ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. പല അപകടകരമായ സാഹചര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുന്നവയാണ്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, ഒരു കാർ ആക്സിഡന്റ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം, അതുപോലെ ബിസിനസ്സിൽ വരുന്ന നഷ്ടങ്ങൾ, ഇതൊന്നും ചിലപ്പോഴെങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കാത്തവയാണ്. ഇത്തരം സാഹചര്യങ്ങളിലും ഇത്തരം പ്രതിസന്ധികളിലും നമുക്ക് മാനസികമായ പിന്തുണ വളരെ അത്യാവശ്യമാണ്. ശരീരത്തിനേറ്റ മുറിവുകൾ പെട്ടെന്ന് മാറിപ്പോയേക്കാം, പക്ഷെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ വളരെ ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും അത് നമുക്ക് ഉറക്കത്തിലെ പേടി സ്വപ്നങ്ങളായി, നൈറ്റ് മെയറുകളായിട്ട്, നിരന്തരം നീണ്ടു നിൽക്കുന്ന ഉത്കണ്ഠകളായും, അതുപോലെ നമുക്ക് പേടിപ്പിക്കുന്ന ഓർമ്മകളായിട്ടും നമ്മളിൽ തന്നെ അത് നിലനിൽക്കും. ഇതൊരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് പലരും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്. ഈ ഒരു ലോക മാനസികാരോഗ്യ ദിനത്തിൽ നമുക്ക് ഇത്തരം ആഘാതങ്ങളെ പറ്റി, ഇത്തരം ട്രോമകളെ പറ്റി സംസാരിക്കാം. ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു ബലഹീനതയായിട്ടോ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഇത് എൻ്റെ ഒരു ബലഹീനതയാണ് എന്നൊരു വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. ഇതൊരിക്കലും ആരുടെയും ബലഹീനതയല്ല, നേരെ മറിച്ച് നമുക്ക് സഹായം ആവശ്യമുള്ള ഒരു സാഹചര്യമാണ്. സഹായം ചോദിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ ബലഹീനതയല്ല. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ ടോക്കാണ്. ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനോടോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോടോ തുറന്ന് സംസാരിക്കുക. ഇന്ന് ഈ ഒരു ലോക മാനസികാരോഗ്യ ദിനത്തിൽ നിന്ന് നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്യാം. ഇത്തരം മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരോ അതോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും പെട്ടെന്ന് അവരുടെ നോർമൽ ലൈഫിൽ നിന്ന് പിൻവാങ്ങുന്നത് കാണുകയാണെങ്കിൽ അവരോടൊന്ന് ചോദിക്കാം, നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, അവർക്ക് വേണ്ട പിന്തുണ നൽകാം. നമുക്ക് ഈ ഒരു ദിവസം നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്യാം. ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.